എന്റെ ഭാര്യ ആണ് കിഡ്നി ദാനം ചെയ്തത്. പോണം, രാവിലെ കടയിലത്തെ കുറച്ച് കാര്യങ്ങൾ ഒതുക്കിയിട്ട് വേണം പഞ്ചായത്തിലേക്ക് പോകാൻ. നീ എപ്പോഴാ പഞ്ചായത്തിൽ പോകുന്നത്? കുറച്ച് ജോലികളൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ട് പോകാം. നമസ്കാരം. കച്ചവടമാണോ? കച്ചവടമാണ്. രാവിലെ നമ്മുടെ പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണല്ലേ? പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാവിലെ കടയിലാണ്. രാവിലെ കടയിൽ ഇത് നമ്മുടെ ഉപജീവന മാർഗമാണ്. തീർച്ചയായിട്ടും. എന്താ പറയാനുള്ള ആളുകളോടൊക്കെ? രാവിലെ കടയിൽ വന്നിട്ടാണ് നമ്മുടെ പൊതുപ്രവർത്തനവുമായി നമ്മൾ മുന്നോട്ട് പോകുന്നത്. രാവിലെ എന്റെ കട തുറന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ പൊതുപ്രവർത്തനം. രണ്ടും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് തീർച്ചയായും നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്നത്. കട തുടങ്ങിയിട്ട് ഏകദേശം 7-8 മാസമാകുന്നു. ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. തീർച്ചയായിട്ടും. മറ്റേ ജനങ്ങളെ സേവിക്കാൻ. കട തുടങ്ങുന്നതിന് എന്തെങ്കിലും റീസൺ ഉണ്ടായിരുന്നു. എന്റെ ഭർത്താവിന് സുഖമില്ലാത്ത കാരണം ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിരുന്നതുകൊണ്ട് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആയിരുന്നു. അതിനുശേഷം നമുക്ക് വലിയ ജോലിഭാരങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് മത്സ്യ മാർക്കറ്റുമായി ബന്ധപ്പെട്ടായിരുന്നു എന്റെ ഹസ്ബൻഡ് ജോലി നോക്കിക്കൊണ്ടിരുന്നത്. നേരം അതുമായുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കട തുടങ്ങാൻ വേണ്ടി ആരംഭിച്ചത്. തീർച്ചയായിട്ടും. നേരത്തെ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്തില്ല. ഞാന് കുടുംബശ്രീ മുഖേനയാണ് പൊതുപ്രവർത്തന മേഖലയിലേക്ക് ഇറങ്ങിത്തിരിച്ചത്. പത്തനാപുരം പോലെ വലിയൊരു ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആവുക വലിയ ഭാഗ്യമല്ലേ? തീർച്ചയായിട്ടും. ജനങ്ങൾ തന്ന ഒരു അംഗീകാരത്തെ കുറിച്ച്? ജനങ്ങൾ തന്നത് അംഗീകാരത്തിനെ ഞാൻ നന്ദിപൂർവ്വം വളരെ സ്നേഹത്തോടു കൂടി തന്നെ സ്വീകരിക്കുന്നു. നാടിനു വേണ്ടി ചെയ്തു തരുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് വിശ്വാസവും എല്ലാം ഉണ്ട്. അതിന്റെ നിലനിൽപ്പ് തന്നെ ഷീജ മെമ്പറാണ്, പ്രസിഡന്റാണ്. നമുക്ക് സന്തോഷം വ്യക്തിപരമായുള്ള സന്തോഷമല്ല, നാട്ടുകാർക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സന്തോഷത്തിലാണ്. നമ്മൾ വ്യക്തിയല്ലല്ലോ, നമ്മുടെ ഈ പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ക്ഷേമമാണ് നമ്മൾ മുഖ്യമായി ഉദ്ദേശിക്കുന്നത്. എനിക്ക് 10-12 വർഷക്കാലം കൊണ്ട് കിഡ്നി സംബന്ധമായ രോഗം ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഈ പെട്ടെന്ന് കിഡ്നി രണ്ടും പൂർണ്ണമായി ഡാമേജ് ആവുകയും അങ്ങനെ ഇൻഫെക്ഷൻ 2 കിഡ്നി റിമൂവ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ പിന്നീട് നമ്മുടെ നാട്ടുകാരുടെ എല്ലാ സഹായത്തോടു കൂടി കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തു. നിർണായക ഘട്ടത്തിൽ കിഡ്നി മാറ്റി വെക്കേണ്ട സ്ഥിതി വന്നു. ജീവൻ അപകടത്തിലാണെന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്നപോലെ എമർജൻസി ആയിട്ട് കിഡ്നി മാറ്റി വെക്കണമെന്ന്. അപ്പം അങ്ങനെ കിഡ്നിക്ക് ഡോണർ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ ഞങ്ങൾ 2 ഗ്രൂപ്പ് ആയിരുന്നു. എൻ്റെ A പോസിറ്റീവും വൈഫിൻ്റെ AB പോസിറ്റീവും അന്വേഷിച്ച് കിട്ടുമെന്ന് നോക്കി. പിന്നെ നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടിരുന്നു. അപ്പം അങ്ങനെ എന്തായാലും ദൈവഭാഗ്യം പോലെ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ പരിശോധനയിൽ ചെറിയ ഒരു ഘടകം എൻ്റെ ഗ്രൂപ്പുമായി കണ്ടെത്തുകയും അത് വിജയകരമായ എല്ലാ ടെസ്റ്റുകളും വളരെ മനോഹരമായി പൂർത്തിയാക്കി പ്രത്യേക സ്പെഷ്യൽ ഇഞ്ചക്ഷൻ എല്ലാം എടുത്തുകൊണ്ടാണ് ആ കിഡ്നി മാറ്റി. ആ ത്യാഗം എൻ്റെ ഭാര്യയാണ് നൽകിയത്. ആ ത്യാഗം ജീവന്റെ പാതി വൈഫാണ്, വൈഫിൻ്റെ പാതി ഞാനാണ്. ഞങ്ങൾ 2 പേരും അങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് മുഖ്യ ലക്ഷ്യം ജനസേവനമാണ്. ഞങ്ങൾ പൊതുവെ 2 പേരും ജനസേവനത്തിന് വേണ്ടി ആണ് ഞങ്ങൾ രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഞാൻ 25 വർഷക്കാലം പുണ്യ കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറായിരുന്നു. ഇങ്ങനെ വീണ്ടും മത്സരിക്കണമെന്ന് പാർട്ടി പറഞ്ഞപ്പോൾ ഞാൻ ഈ സുഖമില്ലാത്ത സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞു വേറൊരാൾക്ക് അവസരം കൊടുക്കുന്നതിന് വേണ്ടി എനിക്ക് ആരോഗ്യസ്ഥിതി ഇല്ലാത്തതുകൊണ്ട് മാറി നിൽക്കുകയാണെന്ന് പറഞ്ഞ് അങ്ങനെ മാറി നിന്നതാണ്. കിഡ്നിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് പേരെ അന്വേഷിച്ചപ്പോൾ വളരെയധികം വിഷമങ്ങളും വേദനകളുമായിരുന്നു. 2 പെൺമക്കളുള്ള ഒരു മാതാവിന്റെ അവസ്ഥ പറയാൻ പറ്റാത്ത ഒരു വിഷമമായിരുന്നു. നമ്മുടെ ഉപജീവന മാർഗം ഇതാണ്. തീർച്ചയായിട്ടും. അതിലേക്ക് മാറിയത് നമുക്ക് വേറെ ഭാരിച്ച ജോലികളൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അന്നേരം ഹസ്ബൻഡിന് ചെറിയൊരു കട ഇട്ട് കൊടുത്ത് ഞാനും കൂടി സഹായി എന്ന രീതിയിൽ നിൽക്കാമെന്നാണ് തീരുമാനിച്ചത്. അങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ പാർട്ടി പൂർണ്ണമായും മൂലക്കട വെസ്റ്റ് വാർഡിൽ നിന്ന് മത്സരിക്കണമെന്ന് അറിയിപ്പ് നൽകിയതും അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മൂലക്കട വാർഡിൽ പ്രതിനിധീകരിച്ചു നിന്നു. എന്റെ ജനങ്ങളാണ് എന്റെ എല്ലാ കാര്യത്തിനും എന്റെ കൂടെയുള്ള എന്റെ ജനങ്ങളാണ് എന്റെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്നത്. ഞങ്ങളുടെ സുഹൃത്തും എല്ലാം ഞങ്ങളുടെ ഷീജായ മെമ്പറാ. പിന്നെ ഭയങ്കര ഒരുപാട് അഭിമാനമുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളുടെ